ഇതാണ് ഐറ്റം. പക്ക കളറല്ലേ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പക്ഷെ മാത്രമല്ല ബ്രോയുടെ കംപ്ലീറ്റ് കോസ്റ്റ്യൂമും ഗ്ലാസും എല്ലാം കൂടെ കാണുമ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൊട്ടിയത്തോടെ ഇങ്ങനെ പറന്ന് വരുന്നൊരു സാധനം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് കൗതുകം തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ കൂടെ വിട്ടു. എന്നിട്ട് ഒരു രക്ഷയില്ല, പുള്ളിയുടെ കൂടെ എത്താൻ പറ്റുന്നില്ല. പിന്നെ കുറേ കിലോമീറ്ററുകൾ വന്നപ്പോഴത്തേക്കാണ് പുള്ളി അവിടെ വണ്ടിയോടെ വെച്ചിരിക്കുന്നു. അപ്പോഴും തന്നെ ഞാൻ പൊക്കി. ഇതാണ് ഐറ്റം, കണ്ടോ? ഇതാണ് ഇതിൻ്റെ പേരെന്താ? അലി. കൊട്ടിയെന്നല്ലേ സ്ഥലം? അപ്പുറത്തെ തന്നെ സ്ഥലം. അപ്പൊ ഈ വണ്ടി നിങ്ങളെ വണ്ടിയാണോ? സ്വന്തം വണ്ടിയാണ്. അപ്പം നിങ്ങൾ വർക്ക്ഷോപ്പ് ഉണ്ടോ? എവിടെയാണ്? അപ്പൊ മാഞ്ഞാലി ബുക്കിൽ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലേ? പണിയാൻ പറ്റും. അപ്പം ഇതിപ്പോ നിങ്ങൾ എത്ര നാൾ കൊണ്ടാണ് ഇത്? ആണോ? ഇത് എവിടെ നിന്നാണ് എടുത്തത് ശരിക്കും? UP നിന്ന് എടുത്താണല്ലേ? അപ്പൊ ഇത് ഈ വണ്ടി ഇപ്പം എത്ര വർഷം ഇതായി കാണും? എത്ര വർഷത്തെ ഒരു പഴക്കം? ഏത് മോഡലാണ്? 88 മോഡൽ. ഓ, എന്റെ പ്രായം കാണുക. അതെ, ഏകദേശം 88 മോഡൽ വണ്ടിയാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും ബുള്ളറ്റ് ടൈപ്പ് അല്ലേ? SD. ഓക്കെ. അതാണ് UP രജിസ്ട്രേഷൻ ആണ്. അതിന് രജിസ്ട്രേഷൻ പോലും ഇതുവരെ മാറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പം ഇതിൻ്റെ സംഭവങ്ങൾ ഇത് നമുക്ക് എത്ര CC വണ്ടിയാണ്? 290 CC. ഓക്കെ. അപ്പം നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കാണും അല്ലേ? പഴയ വണ്ടിയിൽ ആ ഒരു പുള്ളിങ്, പക്ഷേ 4 ഗിയറേ ഉള്ളൂ. 4 ഗിയർ മാറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പറന്ന പുള്ളി ബ്രോ വന്നിട്ടുള്ളത്. ബ്രോ ചെറിയായിട്ടുള്ള അങ്ങനെയുള്ള പണി മാത്രമേ ഉള്ളൂ. അല്ല ബാക്കിയല്ല എഞ്ചിൻ ഭാഗമൊക്കെ ചെയ്ത് ബോഡി ഇപ്പം അടുത്ത കളർ മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കഴിവാതെ ആണല്ലേ? ഒരിക്കടുത്ത് പൊട്ടിക്കും ഇങ്ങനെ വല്ലപ്പോഴും ഇതിലേക്ക് ഇറങ്ങി. ഇത് പക്ക കളറല്ലേ? ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പക്ഷെ മാത്രമല്ല ബ്രോയുടെ കംപ്ലീറ്റ് കോസ്റ്റ്യൂമും ഗ്ലാസും എല്ലാം കൂടെ കാണുമ്പോൾ ആണോ? ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു നിങ്ങളെല്ലാം ലുക്ക് ഇതായിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു ഹിന്ദി തുണിയുടെ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ അത് തുണിയുടെ പരിപാടിയാ? ഓക്കെ. അപ്പം ഇത് ശരിക്കും ഈ ബുള്ളറ്റ് ടൈപ്പ് മാത്രമേ നിങ്ങൾ പണിയുന്നുള്ളൂ? അതോ വേറെ ആ വണ്ടി മാത്രമേ പണിയുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ഇതൊക്കെ കണ്ടോ? കംപ്ലീറ്റ് നല്ല എല്ലാ സ്റ്റോക്കാണ്. അല്ലാതെ എല്ലാ സ്റ്റോക്കാണ്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ ഇതൊക്കെ ഇവിടെയാണ് എല്ലാ സ്റ്റോക്ക്. ആ കമ്പനി എങ്ങനെയാണ് നടക്കുന്നത്? UP രജിസ്ട്രേഷൻ പേപ്പർ മാറിയിരിക്കുക. അത് നമ്പർ ഒരാഴ്ച കൂടി സ്റ്റേഷനിൽ ക്ലെയിംസ് വന്നു കഴിഞ്ഞാൽ നമ്പർ കേരള രജിസ്ട്രേഷൻ ആവും. ഓക്കെ, അതിപ്പോൾ ഉടനെ തന്നെ മാറും. അത് അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ പേപ്പർ നമ്മളെ സ്റ്റേഷനിൽ വന്നു. അവിടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള രജിസ്ട്രേഷൻ ആവും അല്ലേ? ഇപ്പം പിടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ LTD രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വണ്ടി കിട്ടുന്നു. അപ്പോൾ ബ്രോ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കുമോ? ആണല്ലേ? അപ്പം ബ്രോ നമ്മളുടെ അടുത്ത് യാത്രയും പറഞ്ഞ് പോവുകയാണ്. ഓക്കെ ആണല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ഐറ്റവും കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞാൻ ഏകദേശം പാരിപ്പള്ളി സ്റ്റേഡിയത്തിൽ എന്നുവെച്ചാൽ ഇങ്ങനെ പോലെ പുള്ളി ഇങ്ങനെ പുറകെ പോകും. ഞാൻ ഹോൺ അടിച്ചു, ഒരു രക്ഷയില്ല, പുള്ളി നിർത്തുന്നില്ല. പക്ഷേ പകുതി എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ കൊട്ടിയം സൈഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ തന്നെ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമാണെന്ന്. അപ്പോൾ കണ്ടില്ലേ UP രജിസ്ട്രേഷനിലുള്ള നല്ലൊരു ST. ബൈ.